ആറ്റിൽ നിന്നുള്ള കൈത്തോടാ ഇത്. ഇവിടെ മിക്കവാറും എല്ലാ വീടിന്റെയും മുന്നില് ഇതുപോലെ ഒരു കൈത്തോടോ ആറോ ഒക്കെ കാണും. മിക്കവാറും വീടിന് മുറ്റത്തൊക്കെ വെള്ളം എത്തും. ഇവിടെ ആയിരപ്പറയിലും വലിയ കെട്ടുവെള്ളവും കൊതുമ്പുവെള്ളവും ഒക്കെ ഉണ്ട്. ചാറിന് വെള്ളം തുഴയാനൊക്കെ അറിയോ? പിന്നെ ഈ കുട്ടനാടിന്റെ നാടി ഞരമ്പെന്ന് പറയുന്നത് തന്നെ വെള്ളവും ആറും കായലും ഒക്കെ. ഇവിടെയുള്ള എല്ലാവർക്കും നീന്താനും വള്ളം തുഴയാനും ഒക്കെ അറിയാം. ചാരുമോക്ക് പറ്റിയ കൂട്ട് കിട്ടിയല്ലോ. പേര് കൊള്ളാം, ചാരുവും പാറുവും. മോളെ, ആറ്റിന്റെ കരയിലേക്കൊന്നും പോകല്ലേ, നല്ല ഒഴുക്കുള്ള സ്ഥലമാ. ചാരുമോളെ നോക്കിക്കോണേ. ആ, ഞാൻ നോക്കാം. പാറു, ദേ ആ അക്കരെ കാണുന്നില്ലേ, അതാ നെടുമുടി. കുഞ്ഞുനാളില് ഞാനും ഒക്കെ ചേട്ടനുവേ എപ്പോഴും വന്നിരിക്കും ഈ കായൽ തീരത്ത്. അരവിന്ദേട്ടന് പണ്ടേ വലിയ പവറാ, കളിക്കാനൊന്നും വരത്തില്ലെന്നേ. അതിനെന്താ, എല്ലാത്തിനും കൂട്ടുവരാൻ ബാലമാമ ഉണ്ടല്ലോ. അക്കുചേട്ടന് മനസ്സിലായോ? ആകാശേട്ടൻ ഉദ്യോഗസ്ഥനാ, വലിയ പഠിപ്പിസ്റ്റാന്നൊക്കെയുള്ള ശരിയാ. എങ്കിലും ഇതുപോലെ നല്ല രസമുള്ളൊരു ഫ്രണ്ട്ഷിപ്പാ ഞങ്ങള് തമ്മിലാ കൂട്ട്. ഞാൻ ആകാശേട്ടനെ അക്കുചേട്ടാന്നും അക്കുചേട്ടൻ എന്നെ കാക്കോത്തിന്നാ വിളിക്കാറ്. അക്കുചേട്ടനും കാക്കോത്തിയും ശരിക്കും നിങ്ങൾ തമ്മിലാ ചേർച്ച. നല്ല ജോഡി. ചാരു പറഞ്ഞതുപോലെ അരവിന്ദേട്ടൻ വലിയ ഗൗരവക്കാരനാ. എന്നാലും എന്നോട് വലിയ കാര്യ. അരവിന്ദേട്ടനെ അമ്മ മോന, അക്കുചേട്ടൻ അച്ഛൻ മോനും. എന്ന് വെച്ചാ അരവിന്ദേട്ടനടുപ്പം അമ്മയോടാ. അമ്മ പറയുന്നതേ കേൾക്കൂ. അക്കുചേട്ടൻ മാമൻ പറയുന്നതിനപ്പുറം ചലിക്കൊന്നുമില്ല. അമ്മായിയെ പോലെ അരവിന്ദേട്ടനും ഇഷ്ടമൊന്നും തുറന്നു പറയില്ല. കളിയും തമാശയും ഒന്നുമില്ല. എപ്പോഴും എന്ന് പറഞ്ഞ് മുഖം വെറുപ്പിച്ചിരിക്കും. പിന്നെ കല്യാണം ഉറപ്പിച്ച ശേഷം ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി.